ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലുമിനിയം ഇന്റീരിയർ സംബന്ധമായിട്ടുള്ള വീഡിയോസുകളാണ് ഈ ഒരു ചാനലിൽ കൂടുതലായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഈ ഒരു വീഡിയോ കൊല്ലത്തും പിന്നെ അതേപോലെ തന്നെ തൃശ്ശൂരും ചെയ്ത ഇന്റീരിയർ വർക്കിനെ കുറിച്ചാണ്. വാർഡ്രോബിന്റെയും പിന്നെ അതേപോലെ തന്നെ കിച്ചന്റെ ഒക്കെ വീഡിയോ ആണ്. വാർഡ്രോബിന്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ കൂടുതൽ വിശദീകരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അലുമിനിയവും പിന്നെ അതേപോലെ PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റും PVCയുടെ തന്നെ ഫോം ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഈ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തത്. മൾട്ടിവുഡിലും പ്ലൈവുഡിലൊക്കെ ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെയാണ് അലുമിനിയം ഉപയോഗിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു കൊടുത്തത്. ഇതിൻ്റെ സൈഡൊക്കെ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്തത്. സാധാരണ മൈക്കൊക്കെ ഒട്ടിക്കാറുള്ളത് പോലെ ഒറ്റ ഷീറ്റിൽ PVCയുടെ ഒറ്റ ഷീറ്റിൽ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈഡൊക്കെ കവർ ചെയ്ത് കൊടുത്തത്. കൊല്ലം അഞ്ചലിലാണ് ഈ ഒരു വർക്ക് ചെയ്തത്. ഇതിൻ്റെ ഡോറിലൊക്കെ ഇഞ്ചസ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ഗ്ലോസ് ഇഞ്ചസ് ആണ്. SS-ന്റെ 304 ആണ് ചെയ്തത്. പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് പേസൻ ടേബിൾ ടോപ്പാണ്. അതും അലുമിനിയം ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇതിൻ്റെ സൈഡിലായിട്ടൊരു പറഗോളുടെ ഡിസൈനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. 17 mm ഫോം ഷീറ്റ് ഫുൾ ബോക്സ് ആക്കിയിട്ട് അതിനെ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ആ ഒരു പറഗോള സെറ്റിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെയ്തത് മെയിൻ ആയിട്ടുള്ള കിച്ചൺ ആണ്. കിച്ചൺ ഫുൾ ബോക്സ്ഡ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തത്. കിച്ചൻ്റെ അടിഭാഗത്തായിട്ടൊരു യു ഷേപ്പിലൊരു ബോട്ടം ഏരിയയും പിന്നെ അതേപോലെ തന്നെ മിഡിലിലെ പോർഷനും ലോഫ്റ്റ് ഏരിയയുമാണ് ചെയ്തു കൊടുത്തത്. ഈ ഒരു പ്രൊഡക്റ്റ് ആൽക്കോയുടെ അലൂ സോഫ്റ്റ് ടച്ച് അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ കിച്ചണും പിന്നെ അതേപോലെ തന്നെ വാർഡ്രോബൊക്കെ ചെയ്തത്. കിച്ചണിൽ അത്യാവശ്യം അക്സസറീസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട്ലറി ബാസ്ക്കറ്റ് പിന്നെ അതേപോലെ തന്നെ പ്ലേറ്റ് ബാസ്ക്കറ്റ്, ഓയിൽ പുള്ളൗട്ട് പിന്നെ അതേപോലെ GTPT സെറ്റിംഗ് ഒക്കെ ഈ ഒരു കിച്ചണിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ഇന്റീരിയർ സംബന്ധമായിട്ടുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു വർക്ക് ചെയ്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ പെരിഞ്ഞനത്താണ് ഈ ഒരു വർക്ക് ചെയ്തു കൊടുത്തത്. ഇവിടെ ചെയ്തത് കിച്ചണും പിന്നെ അതേപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗവും TV യൂണിറ്റ് ഒക്കെയാണ് ഈ ഒരു വീട്ടിൽ ചെയ്തു കൊടുത്തത്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് നമ്മൾ അതിൻ്റെ കവറിങ് മാത്രമാണ് ചെയ്തത്. വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ഈ ഒരു രീതിയിൽ TV യൂണിറ്റ് ചെയ്തത്. ഫുള്ള് പാനലിങ് ചെയ്തിട്ട് അടിയിലായിട്ടൊരു ഫുൾ ബോക്സ് കൊടുത്തിട്ടാണ് ചെയ്തത്. ഹാൾ പാർട്ടിഷൻ അലുമിനിയവും പിന്നെ അതേപോലെ തന്നെ PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് പാർട്ടിഷൻ ചെയ്തത്. ഈ ഒരു വീട്ടിലെ കിച്ചൺ ചെയ്തിരിക്കുന്നതും ഫുൾ ബോക്സ് ആയിട്ടാണ്. ഓപ്പൺ കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും പിന്നെ അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു CNC കട്ടിങ്ങും പാനൽ വർക്കൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ അടുത്തായിട്ടൊരു ഓപ്പണിങ്ങും അതായത് ഒരു ഓപ്പൺ തട്ടും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ ലോഫ്റ്റ് ഏരിയ ചെയ്തിട്ടില്ല. മിഡിലായിട്ടുള്ള ആ ഒരു ക്യാബിനും പിന്നെ അതേപോലെ തന്നെ L ഷേപ്പിലായിട്ട് ബോട്ടൻ ഏരിയയും ഒരു ടോൾ യൂണിറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിലും അത്യാവശ്യം അക്സസറീസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കട്ട്ലറി ബാസ്ക്കറ്റ് പിന്നെ അതേപോലെ തന്നെ പ്ലേറ്റ് ബാസ്ക്കറ്റ്, ഓയിൽ പ്ലോട്ടൊക്കെ ഈ ഒരു കിച്ചണിലും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു കിച്ചണിലെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത് ഈ ഒരു ക്രോക്കറി ഷെൽഫാണ്. ക്രോക്കറി ഷെൽഫ് നമ്മൾ ഗ്ലാസ് ആയിട്ടാണ് ചെയ്തത്. അടിയിൽ ഷീറ്റ് കവറിങ്ങും. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു സെക്കൻഡ് കിച്ചണും കൂടി ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയും കൂടി. വർക്ക് ഏരിയയിലും ഒരു ചെറിയൊരു ടോൾ യൂണിറ്റും പിന്നെ അതേപോലെ മിഡിലായിട്ടൊരു ബോക്സും അതുകൂടാതെ രണ്ടൊരു ഓപ്പൺ തട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിച്ചണൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലെയുള്ള കിച്ചണും പിന്നെ അതുപോലെ തന്നെ വാർഡ്രോബും ഇന്റീരിയർ സംബന്ധമായിട്ടുള്ള ഏതൊരു വർക്കിനെയും ഞങ്ങളെ സമീപിച്ചാൽ മതി. കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് കിച്ചന്.
അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.